സ്വതന്ത്ര ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പടുത്തുയർത്താൻ 5 വർഷക്കാലയളവുകളിലായി നടത്തപ്പെട്ട 12 പഞ്ചവത്സര പദ്ധതികൾ 1951 മുതൽ 2017 വരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്നു. ആ ഓരോ പദ്ധതിയുടെയും ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും നമുക്കൊന്ന് വേഗത്തിൽ നോക്കിപ്പോകാം. 1951 മുതൽ 56 വരെയുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. 1956 മുതൽ 61 വരെയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%, കൈവരിച്ചത് 4.27%. 1961 മുതൽ 66 വരെയുള്ള മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ചത് 2.4%. 12 പഞ്ചവത്സര പദ്ധതികളിലെ ഏറ്റവും പരാജയമായിരുന്ന പദ്ധതിയായിരുന്നു ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1969 മുതൽ 74 വരെയുള്ള നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.7%, കൈവരിച്ചത് 3.3%. 1974 മുതൽ 79 വരെയുള്ള അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 4.4%, കൈവരിച്ചത് 4.8%. 1980 മുതൽ 85 വരെയുള്ള ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 5.2%, കൈവരിച്ചത് 5.7%. 1985 മുതൽ 90 വരെയുള്ള ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5%, കൈവരിച്ചത് 6%. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6%-ലെത്തുന്നത്. 1992-97 വരെ എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 5.6%, കൈവരിച്ചത് 6.8%. 1997 മുതൽ 2002 വരെയുള്ള ഒൻപതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 6.5%, കൈവരിച്ചത് 5.4%. 2002 മുതൽ 2007 വരെയുള്ള പത്താം പഞ്ചവത്സര പദ്ധതി 8.1% ലക്ഷ്യമിട്ടെങ്കിലും 7.7% കൈവരിച്ചു. 2007 മുതൽ 2012 വരെയുള്ള 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 9%, കൈവരിച്ചത് 8%. ആദ്യമായിട്ടാണ് 8% സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. 2012 മുതൽ 17 വരെയുള്ള 12ാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 8%, കൈവരിച്ചത് 6%. ഈ 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയും ഏറ്റവും കുറവ് കൈവരിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തുമാണ്. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.